ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ സെയിൽ വീഡിയോയിൽ മെസ്സേജ് അയച്ചിട്ട് ഞാൻ കുറേ മെസ്സേജൊന്നും ചെക്ക് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, എനിക്ക് വീണ്ടും പനിയായി. അത് തന്നെ കാര്യം. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇതെന്താണ്, ഈ കുട്ടി ഏതുവരെ വന്നിട്ട് പനിയാണ് പനിയാണ് എന്നാണല്ലോ പറയുന്നത്, വയ്യെന്നാണല്ലോ. വയ്യ അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. വീണ്ടും പനി പിടിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മാസത്തിൽ ഒരു 2ഓ 3ഓ പ്രാവശ്യമൊക്കെയാണ് എനിക്ക് പനി വരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ പനി വരുന്നത്. അപ്പോൾ നല്ല റെസ്റ്റ് വേണം. എനിക്ക് റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണത്. ബോഡി പെയിനാണ് സഹിക്കാൻ പറ്റാത്ത. അപ്പം അതുപോലെ തന്നെ തലവേദന എടുക്കുന്നതുകൊണ്ട് ഫോണ് നമുക്കധികം യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു വാട്സപ്പിൽ ഒരു ഓർഡർ എടുക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആദ്യം ഓർഡർ ചെയ്ത ആളുകളായിരിക്കും. അത് കഴിഞ്ഞ് അവർ വീണ്ടും ഒന്നുകൂടെ വീഡിയോ കണ്ടിട്ട് പിന്നെയും പ്ലാന്റ് ഓർഡർ ചെയ്യും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഓർഡർ എടുക്കുമ്പോഴായിരിക്കും ഞാൻ നേരത്തെ 2 പ്ലാന്റ് ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും അത് ചെക്ക് ചെയ്യണം. അപ്പോൾ നല്ല രീതിയിൽ ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ വാട്സപ്പ് വഴി ഓർഡർ എടുക്കുക എന്നുള്ളത് കേട്ടോ. നമുക്കിപ്പോൾ വാട്സപ്പ് വഴി ഓർഡർ എടുക്കുന്നുള്ളൂ, ആ ഒരു മെത്തേഡേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേറൊരു രീതിയിലോട്ട് ഇതുവരെ ആക്കിയിട്ടില്ല. അപ്പോൾ നല്ല രീതിയിൽ പനിയും എന്താ നമുക്ക് മൂക്കിൽ നിന്ന് വെള്ളം പോലെ വരിക എന്നൊക്കെ പറയില്ലേ, ജലദോഷം. അപ്പോൾ അങ്ങനെ ബോഡി പെയിൻ, എനിക്കിപ്പോൾ കട്ടിലിൽ നിന്ന് നിലത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കാല് കുഴഞ്ഞു പോണ പോലെയുള്ള ഇതാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെയാണ്. അപ്പോൾ ബ്ലഡൊക്കെ ചെക്ക് ചെയ്തപ്പോൾ അതിൽ ESR അതുപോലെ കുറേ സംഭവങ്ങളൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. ഭാഗ്യത്തിന് വേറെ കൗണ്ട്സൊക്കെ ഓക്കെയാണ്. പിന്നെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കാര്യമായിട്ട് ഇൻഫെക്ഷൻ എൻ്റെ ബ്ലഡിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യണം. ഈ മാസം ലാസ്റ്റാണ് അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ അപ്പോഴല്ല, ഇപ്പം തന്നെ പോകണം. പക്ഷേ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചധികം ടെസ്റ്റുകളുണ്ട്. അതുകൊണ്ട് ഈ മാസം ലാസ്റ്റാണ് നമ്മൾ പോകാമെന്ന് വിചാരിച്ചേക്കുന്നത് കേട്ടോ. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്, നിങ്ങൾ മെസ്സേജ് ഞാൻ ചെക്ക് ചെയ്യാണ്ടിരിക്കുമ്പോൾ കുറേയൊക്കെ മെസ്സേജ് അയച്ചിട്ട് പിന്നെ കുറേ ആൾക്കാർ നിങ്ങളെന്താണ് മെസ്സേജ് ചെക്ക് ചെയ്യാത്തത് അങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് മുകളിലൊക്കെ വന്ന് മെസ്സേജ് കിടക്കുമല്ലോ, നമുക്ക് കാണാം. പിന്നെ ഇതെൻ്റെ പേഴ്സണൽ നമ്പറാണ്. നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്കും നമ്മൾ ഈ ഫോൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഓർഡർ എടുക്കാനായിട്ട് ഫോൺ അധികം എടുക്കുന്നില്ല കേട്ടോ. എന്തെങ്കിലും ഒരു കാരണത്താൽ എപ്പോഴെങ്കിലും നമുക്ക് ഓക്കെ ആവുന്ന സമയത്ത് മാത്രമേ ഞാനൊന്ന് ഓർഡറൊക്കെ എടുക്കുന്നുള്ളൂ. പാക്കിങ് നിങ്ങൾ ടെൻഷൻ ആവണ്ട കേട്ടോ. നമ്മൾ 20 ഡേയ്സിനുള്ളിൽ പ്ലാൻസ് അയക്കും എന്നാണ്. ഇവിടെ എൻ്റെ ബ്രദർ പാക്കിങ്ങിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട. 20 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടും. പിന്നെ അതിനു മുമ്പേ എൻ്റെ പനി ഞാൻ മാറ്റിയെടുക്കും. പനി മാറും, ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും പനി വരും. ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു അപ്ഡേറ്റ്സ് ആയിട്ട് വന്നത്, ഇങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് കിട്ടാതെ നിങ്ങളെന്താണ് റിപ്ലൈ തരാത്തത്. പിന്നെ ഇങ്ങനെയും ഒരു പരാതിയുണ്ട്, എപ്പോൾ മെസ്സേജ് അയച്ചാലും പ്ലാൻസ് സ്റ്റോക്ക് ഔട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കറക്റ്റായിട്ട് കാണാത്തവരാണ് ഇങ്ങനെയൊരു കാര്യം പറയുന്നത് കേട്ടോ. കാരണം നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വലിയ റോസാ ചെടികൾ 3 എണ്ണം 4 എണ്ണം ഒരെണ്ണം പോലും കിട്ടുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ് മിക്കവർക്കും അറിയാം, മെസ്സേജ് അയച്ചവർക്ക്. അപ്പോൾ ആ ഒരു റേറ്റിലൊക്കെ ഇപ്പോൾ ഒരു 100 പേര് ചോദിച്ചാൽ അതിൽ 3 പേരെ ആ റോസ് എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു 4 പേരെ എടുക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു അളവിലുള്ള റോസേ ഉള്ളൂ നമുക്ക്, അത്രയും നമുക്ക് കിട്ടുള്ളൂ. റെയറാണ്, ആ ഒരു ക്വാണ്ടിറ്റിയിൽ റോസുകൾ വരുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. അല്ലാണ്ട് നമ്മൾ മനഃപൂർവ്വം നിങ്ങൾക്ക് റോസ് തരാത്തതൊന്നും അല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയാണ്. പിന്നെ ദേ ഈ കാണുന്നത് നമുക്ക് ഓറഞ്ച് ട്രീ റോസാണ്. ഇപ്പോൾ ഇത് നമുക്ക് പുതിയ തൈകൾ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. ട്രീ ആണ് കേട്ടോ, ഓറഞ്ച് റോസ് ട്രീ ആണ്. ഇതിന് മുന്നേ നിങ്ങൾ കണ്ടതൊക്കെ നമ്മൾ ഓൾഡ് സെയിൽ വീഡിയോയിൽ കണ്ട പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. പൂ വിരിഞ്ഞ് നിൽക്കുന്നതൊന്നും എടുത്തിട്ടെന്നുള്ളൂ. ഈ പ്ലാന്റ് സെയിലിനായിട്ട് വന്നിട്ടുള്ളതാണ്. നല്ല പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എത്തിയുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ ഇതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിനായിട്ട് വേറൊരു വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് സമയമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഓർഡർ ചെയ്യട്ടോ. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. ഇങ്ങനെ എന്താ പറയുക, ഒരുപാട് ദിവസം, നാളല്ല ഒരുപാട് ദിവസം പൂക്കളുണ്ടായ കുഴിയാണ്ടൊക്കെ നിൽക്കുന്ന ഓറഞ്ച് ഫ്ലവറാണ് കേട്ടോ ഇതിലുള്ളത്. അപ്പോൾ ഇഷ്ടമായവർക്ക് ഓർഡർ ചെയ്യാം. ട്രീ റോസാണ് കേട്ടോ, ട്രീ റോസാണ്. ചെറിയ തൈയല്ല, വലിയ പ്ലാന്റ് ആണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുള്ളൂ, ഞാൻ ഓക്കെ ആകുമ്പോൾ റിപ്ലൈ തരാം. പിന്നെ കഴിഞ്ഞ സെയിൽ വീഡിയോയിലെ വലിയ പ്ലാൻസ് എല്ലാം സ്റ്റോക്ക് ഔട്ടാണ് കേട്ടോ.
നമുക്ക് സ്റ്റോക്ക് ഔട്ടാണ്. ഇനി അതിൻ്റെ പാക്കിംഗ് ആണ് നമുക്ക് നടക്കുന്നത്. അപ്പോൾ ആ ഒരു സെയിൽ വീഡിയോയിലുള്ള പാക്കിംഗ് നമുക്ക് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ബ്രദറാണ് ഇപ്പോൾ പാക്ക് ചെയ്യുന്നത്. കാരണം എനിക്ക് ഇൻഫെക്ഷൻ ഉണ്ട് കയ്യിൽ. നമുക്ക് റോസിൻ്റെ മുള്ള് കൊള്ളുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഞാൻ പറ്റുമെങ്കിൽ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ കൈയുടെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വലിയ റോസാ ചെടികൾ പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റുന്നുണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ കയറും. എനിക്ക് ഇമ്മ്യൂണിറ്റി വളരെ കുറവുള്ള ഒരാളാണ്. അപ്പം ഇപ്പോൾ അത് നീരായിട്ടുണ്ട്, ആ വിരൽ ഒന്ന് നീരായിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇൻഫെക്ഷനാണ്. പിന്നെ എനിക്ക് സ്കിന്ന്, എൻ്റെ ബലമായ സംശയം, ഞാനിത് പാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു സേഫ്റ്റി നോക്കാറില്ല. ചിലപ്പോൾ പാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്യാറില്ല. അതുപോലെ കാലിൽ ചെളി പറ്റാണ്ട് അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരാളാണ് ഞാൻ. പക്ഷേ ഞാനങ്ങനെ നമുക്ക് പെട്ടെന്ന് ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതൊന്നും ശ്രദ്ധിക്കാനുള്ള ഒരു ടൈമൊന്നും കിട്ടുന്നില്ല. ഓടി അങ്ങ് പോയി നമ്മൾ നിൽക്കുവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ കാലിൽ പാദത്തിൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. അത് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ വരുമ്പോഴാണ് ESR ഒക്കെ ഒന്ന് ഹൈ ആയി പോകുന്നത്. അപ്പോൾ ESR ഹൈ ആയ സമയത്ത് എനിക്ക് തുമ്മലൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു ത്വക്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അപ്പോഴാണ് ഞാൻ ഡോക്ടറോട് പറഞ്ഞത് എനിക്ക് കാലിൽ ഇങ്ങനെ ഭയങ്കര പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തത്. അപ്പോൾ വേറെ കുറച്ച് ടെസ്റ്റുകളൊക്കെ ഞാനിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നല്ല ജലദോഷം കൊണ്ടിട്ട് ഇപ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എപ്പോഴും വന്നിട്ട് നിങ്ങളുടെ അടുത്ത് വയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അവസ്ഥയാണ് കേട്ടോ പറയുന്നത്. നമ്മളിതിൻ്റെയൊക്കെ ഇടയിലാണ് ഈ ഒരു ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പറ്റുന്ന പോലെയൊക്കെ എല്ലാവരും ഹാപ്പി ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളാണല്ലോ. അപ്പോൾ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടാൻ കാര്യം, സെയിലിന് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് പ്ലാൻസ് ഓർഡർ ചെയ്യാനായിട്ട് മെസ്സേജ് അയച്ചിട്ട് ഞാനത് നോക്കുന്നില്ലെന്നുള്ള പരാതികൾ കുറേ വരുന്നുണ്ട്. എനിക്കത് ഓപ്പൺ ചെയ്ത് നിങ്ങളോട് എല്ലാവർക്കും മറുപടി തരാനായിട്ട് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പെട്ടെന്ന് വന്ന് ഇടണത് കേട്ടോ. അപ്പോൾ ഇതാണ്, നമുക്ക് മൊബൈൽ അധികം നേരം യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. ഓക്കെ ആകുമ്പോൾ റിപ്ലൈ തരാം.